എന്തോന്ന് ഉച്ചയിൽ വെയിൽ വരുന്നവരെ കിടന്ന് ഉറങ്ങരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കാലത്ത് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? എനിക്ക് പിള്ളേരെ ശശേ വളരെ മോശം. പെൺപിള്ളേർ ഇത് എന്തോന്ന് നാണക്കേട്. അല്ലെങ്കിൽ തന്നെ രാവിലെ എന്താ പറയാ നേരം വെളുത്ത് തന്നെ കിടന്ന് ഉറങ്ങണ തന്നെ വീടിന് അപശകനമാണ്. ലക്ഷണം വരൂല പിന്നെ. എനിക്ക് രാവിലെ പെമ്പിള്ളേരുള്ള വീട്ടില് പെണ്ണുങ്ങളെ എണിച്ച് കുളിച്ച് നിന്നെത്തുന്ന എന്തൊരു ഐശ്വര്യമാണ്. ചെല്ല്. എന്തോന്നമ്മ വല്ലപ്പോഴാണ് കിടന്ന് ഉറങ്ങാൻ പറ്റണത്. വല്ലപ്പോഴാണ് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഇവളുടെ പറച്ചിൽ കേട്ടാൽ ഞാൻ തോന്നുന്നു എല്ലാ ദിവസവും നേരത്തെ അടിച്ച് മുറ്റം അടിച്ച് വീട്ടിലെ സകലമാന ജോലിയും ചെയ്ത് തീർക്കണത് ഇവളാണെന്ന്. നീ ജിമ്മിൽ പോകാനായിട്ട് നേരത്തെ എണീക്കണത് അല്ലേ? നിന്റെ സ്വന്തം ആവശ്യത്തിനുണ്ടല്ലേ? എന്തോന്ന് കഷ്ടം അമ്മ. എന്തൊക്കെ അമ്മ വിളിച്ചു പറയണ. രാവിലെ 4 മണിക്ക് എണീറ്റ് അവളൊന്ന് ജിമ്മിൽ പോയി അവിടുത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ക്ലയൻസിനെ വർക്കൗട്ടും ചെയ്യിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോ ഒരു നേരമാവും. പിന്നെ ഞാൻ എപ്പോ കിടന്ന് ഉറങ്ങാനാണ്? വല്ലപ്പോഴും കിട്ടുമ്പോ അപ്പോഴും ഉറങ്ങാൻ പറ്റില്ല തന്നെ കുറച്ച് കഷ്ടമാണ്. ജിമ്മില് പോണ ദിവസം മാത്രം നേരത്തെ എണിക്കാൻ പാടുന്നില്ല. ജിമ്മിലെ ജോലി പോലെ അല്ല കുടുംബം. കുടുംബത്തിൽ പല പല ജോലികളുണ്ട്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വിചാരിച്ചാലേ പണിയൊക്കെ തീരുള്ളൂ. അല്ലാതെ അമ്മ മാത്രം ചെയ്താ പോരാ. മകളെ എണീച്ച് അമ്മയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് താ. തേങ്ങ എറിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര നടുവേദന. ചക്കരയല്ലേ പ്ലീസ്. ഇത് നിസ്സാര സില്ലി കാര്യത്തിനാണ് അമ്മ എന്നെ വിളിക്കണേ. ഈ കുരുട്ടിനെ വിളി. ഇതാ കിടന്ന് ഉറങ്ങിയല്ലേ അമ്മ. ഈ തേങ്ങ ചെറിയ ഞാൻ എത്ര നേരെ കിടന്ന് വിളിക്കണ? 1 മണിക്കൂറായി രണ്ടിടത്തിന് മാറി മാറി വിളിക്കുന്നു. അവള് കുമ്പറിനെ പോലെ അനങ്ങാതെ കിടക്കണല്ലാതെ ഒരു അനക്കവും ഇല്ല. ചൊടിയും കൂടെ ഞാൻ കൊടുക്കും. എന്തിനാ ഇങ്ങനെ അടിക്കുന്നേ അമ്മ? ഇത് ശരിയല്ല അമ്മ. ബാലവേണ്ടത്തിന് അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കും അമ്മ. സെക്ഷൻ 149. ഞാൻ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കാൻ പാടില്ല അമ്മയ്യ. ആഹാ കേസ് കൊടുക്കല്ലേ? എന്നാ പിന്നെ ഇതും കൂടെ ചേർത്ത് കൊടുക്കണേ. അമ്മ എന്താ അമ്മ കിടക്കമായിട്ട് കൊല്ലു അമ്മ. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. മണി ദിസ് ഇസ് നോട്ട് ഫെയർ. ഇത് കഷ്ടം. അത് പോയാ മാതാജി കുറച്ചേരം കൂടെ കിടന്ന് ഉറങ്ങിട്ട് വിളിക്കണ്ടേ? അങ്ങനെ ഇപ്പൊ ഞാൻ പോയിന്ന് പറഞ്ഞ് സുഖിച്ച് 2 എണ്ണം കൂടെ കിടന്ന് ഉറങ്ങണേ. ഓഹോ അങ്ങനെയാണോ? ഒരു കാര്യം ചെയ്, ഉറങ്ങിക്കോ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. രാത്രി ആയാലും 2 പേരും എണീക്കട്ടെ കേട്ടാ. കുറച്ചു കഴിയുമ്പോ വിശക്കുമല്ലോ. അമ്മ വിശക്കണേന്ന് പറഞ്ഞ് ഇറങ്ങി വരുമല്ലോ. അപ്പൊ അമ്മ ഉരുട്ടി വെച്ചേക്കാം നല്ല ആന മുട്ട. മണി ദിസ് ഇസ് നോട്ട് ഫെയർ കേട്ടോ. പാവപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു? മാനസികമായിട്ടും ശാരീരികമായിട്ടില്ലേ എങ്ങനെയാണ് പീഡിപ്പിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. പീഡനം അല്ലേ? ഫാൻ ഓഫ് ആയി. ഇനി എങ്ങനെ കിടന്നുറങ്ങുന്നു കണ്ടോ? അമ്മ ഫാൻ ഓഫ് ആക്കിയാടി. ഒന്ന് പോയിട്ടാടി പ്ലീസ്. ഫാൻ ഓഫ് ആക്കി നീ പോയി തന്നിട്ട് എനിക്ക് ഫാൻ ഇല്ലെങ്കിൽ ഉറങ്ങാം. പക്ഷേ എന്ത് കഷ്ടോടി. എങ്ങനെയാടി ഫാൻ ഇല്ലാതെ ഉറങ്ങണ? എന്റെ ദൈവമേ. അയ്യോ എടി എങ്ങനെയാടി കിടന്ന് ഉറങ്ങാൻ പറ്റണേ? ഉറങ്ങാൻ പറ്റും. എന്ത് ചൂടറി. എന്റെ ഉറക്കവും പോയി. എടി അങ്ങനെ പറ്റി ഉറങ്ങണ്ട. എന്താ അമ്മ മോളെ കൂടി എന്നെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല. എന്റെ ഉറക്കം പോയി. അങ്ങനെ നീ കിടന്ന് ഉറങ്ങണ്ട. നിന്റെ ഉറക്കം പോയി നീ ഉറങ്ങണ്ട. നീ പോയി എനിക്ക് ബോഡി കിടന്നു. എന്താണ് പോയേ? അയ്യോ അയ്യോ അമ്മ ഓടി. എന്താ ദൈവമേ. അയ്യോ അയ്യോ അമ്മ അമ്മ ശ്വാസം പിടിച്ചേ.
ഓ പത്രവും വായിച്ച് ചായയും കുടിച്ചങ്ങനെ രസിച്ചിരിക്കയാണ്. വല്ലതും അറിയണോ? ഓ ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയേ പറ്റുള്ളൂ. രവിയേട്ടാ, ഞാൻ തൊള്ള പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണില്ലേ? ഇപ്പൊ എത്ര വായിച്ചോണ്ടിരിക്കുന്ന എന്തൊരു കഷ്ടമാണ്. എന്താ പണി? ഇത് എന്തോന്നാണ് ഇതിനകത്ത്? നിങ്ങളുടെ ഫോട്ടോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ നേരമല്ലോ നോക്കി ഇരിക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ചായയാണ്. ഈ വീട്ടിലെ പണികളൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്താൽ തീരൂല. എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിച്ച് പോവാണ് ചേട്ടാ. രണ്ടെണ്ണം അവിടെ പോത്തുപോലെ കിടന്ന് ഉറങ്ങാണ്. നിങ്ങളാണെങ്കിൽ സഹായിക്കൂല. ഇനി മുതൽ ഈ വീട്ടിലെ പണി ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ചെയ്യൂല. എല്ലാരും കൂടെ വന്ന് സഹായിച്ച കാര്യങ്ങൾ ചെയ്തു തരും. എന്തോന്ന് ഭഗവാനെ, ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ മൈൻഡ് പോലും ചെയ്യണില്ലേ? ഈ പോക്ക് പോയാൽ ശരിയാവൂല. എന്തോന്ന് നിന്റെ പ്രശ്നം? നിനക്ക് പോകാൻ വൈകി പോണ്ട. പോകാൻ വൈകി പോണ്ടാന്ന്. ഇങ്ങോട്ട് നീയല്ലേ പറഞ്ഞ എങ്ങോട്ടാ പോകാൻ വയ്യാന്നൊക്കെ പറഞ്ഞ. അതെ, ഞാൻ ഇവിടെ പറഞ്ഞില്ലല്ലോ. നീ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് പോകാൻ പറ്റില്ലെന്ന്? രവിയേട്ടാ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിന്റെ പ്രശ്നം എന്താണ് പറ. രവിയേട്ടാ, ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞ ഒരു ഹെൽപ്പ് എന്നെ ചെയ്യാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ആർക്കാനും വേണ്ടി ചെയ്തിട്ട് പോകും. ഇങ്ങനെയാണോ വേണ്ടത് കെട്ടിച്ചുവിടാറായ പെൺപിള്ളേര്? എല്ലാ കാര്യത്തിലും ചെയ്യണ്ടേ? ഒരു കുടുംബം മാനേജ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? അല്ലെങ്കിൽ നാളെ കെട്ടിച്ചു വിടുമ്പോഴേ അവിടുത്തെ വീട്ടുകാർ എന്നെ കുറ്റം പറയുള്ളൂ. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. മണി, അതൊക്കെ ആ സമയമാകുമ്പോ അവര് ചെയ്തോളും. നീ ഇപ്പൊ അതോർത്ത് ഇപ്പഴേ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവര് ചെയ്തോളും. അയ്യോ, അവര് ചെയ്തോളും. മക്കളെ കാര്യം പറയുമ്പോ അച്ഛന് എന്തൊരു സപ്പോർട്ടാണ്. നിങ്ങൾ മൂന്ന് ഒറ്റക്കെട്ട്. രവിയേട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവൾമാരെ പ്രായത്തിൽ ഞാൻ വീട്ടിലെ ജോലികൾ കംപ്ലീറ്റ് ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ആളാണ്. അറിയാലോ, വീട്ടിലെ പണിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അടുക്കളയിലെ കാര്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് ചെയ്തോണ്ടിരുന്നത്. ആരും പറഞ്ഞിട്ടൊന്നും അല്ല. ഇപ്പൊ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി? ഇവളുമാരെ അറിഞ്ഞ് ചെയ്യണില്ല. അത് ചെയ്ത് ശീലിക്കണം. ഇങ്ങനെ ഒന്നും അറിയാതെ, ഒരു കാര്യം അറിയാതെ രാവിലെ എണീച്ച് അവളുമാരെ സൗകര്യത്തിൽ നടക്കുക, ഭക്ഷണം കഴിക്കാറാകുമ്പോൾ താഴെ വരിക, 5 കുറ്റം പറഞ്ഞ് എണീച്ച് പോകാന്നുള്ള ഈ പരിപാടി നടക്കൂല ഇനി മുതൽ. ഇവിടെ പോയി കിടക്കണുണ്ട് രണ്ടും. എവിടെ പോയി കിടക്കണം? അവിടെ റൂമിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല. അയ്യോ, കഴിഞ്ഞ ആടിയും പിടിയൊക്കെ കഴിഞ്ഞ എന്താണ്? അച്ഛാ, ഇവളെ എന്നെ ചവിട്ടി തറയിലിട്ടച്ചാ. ഇടി ദുഷ്ട, നിനക്ക് കണ്ണിച്ചോരന്റെ അടി ഇങ്ങനെ പറയാൻ. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ടപ്പോ ഇവിടെ ഉരുണ്ട് അടിച്ചു വീണു. അത് സത്യം തന്നെയാണ്. പക്ഷെ അതിന് ഇവിടെ എന്റെ നെഞ്ചത്ത് കയറി താണ്ടവോണ് ആടിയത്. എനിക്ക് ഇടിയിട്ടാത്ത സ്ഥലമൊന്നുമില്ല, എല്ലാം പോയി. നിർത്ത്. രാവിലെ തുടങ്ങി പരാതി പറച്ചില്. എന്തൊരു കഷ്ടം ഇത്. ഹൈക്കോടതിയിലെ ജഡ്ജിന് പോലും ഇല്ല ഇത്രയും പരാതി കേൾക്കേണ്ട അവസ്ഥ. അയ്യോ, രാവിലെ എണീച്ച് കേൾക്കാൻ പറ്റിയ അളിഞ്ഞ കോമഡി. സിറ്റുവേഷൻ ഒട്ടും യോജിക്കുന്നില്ല. അനുഭവിച്ചോ? എന്തായിരുന്നു? മക്കളെ പറ്റി ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ. അനുഭവിച്ചു. ഞാൻ ഒരു കാര്യം പറയാം. രണ്ടാളും കൂടെ അമ്മയ്ക്ക് വയസ്സായിട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് വയസ്സായി നിങ്ങളുടെ ഞാൻ പറയണില്ല, പിള്ളേരിക്കുന്നു. നിങ്ങൾ പോയിന്റ് പറ മനുഷ്യ. ഞാൻ പറയാം മക്കളെ. അതായത് ഈ വീട്ടില് ഒരാൾ ഒറ്റയ്ക്ക് ഈ പണികളെല്ലാം ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ 3 പേരുണ്ട്. ഈ 3 പേരും ഇനി മുതൽ എല്ലാ പണി ഷെയർ ചെയ്ത് ചെയ്യണം. 3 പേരാ? 4 പേരുണ്ടല്ലോ. നമ്മള് 4 പേരില്ലേ? അല്ല, നിങ്ങൾ 3 പേരുണ്ട്. നിങ്ങൾ 3 പേരും വേണ്ട എല്ലാ പണികളും ചെയ്യാൻ. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് ചെയ്യും. എനിക്ക് വേറെ വർക്കില്ലേ പണി? ഓ, ഇത് വർക്കല്ലേ? ശരി, എന്നാ ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ ഈ വീട്ടിലെ വർക്കെല്ലാം നമ്മൾ 4 പേരും കൂടെ ഒരേപോലെ ചെയ്യണം. ഒരാളായിട്ട് ഇനി ചെയ്യണ്ട. എന്താ? അത് ന്യായം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഇനി എല്ലാം അച്ഛൻ എന്തോ അങ്ങനെയൊക്കെ സംസാരിച്ചേ. ഞങ്ങള് പണി ചെയ്യാറുണ്ടല്ലോ ഇവിടത്തെ. ഒന്നുമില്ലെങ്കിൽ ഇവള് പണി ചെയ്തില്ലെങ്കിൽ ഞാൻ പണി ചെയ്യാറില്ല അച്ഛാ. നല്ല ആളെ കൂട്ടുപിടിച്ചോ. ഏത് കാര്യമടി പറയാതെ ചെയ്തിട്ടുള്ളത് ഇതുവരെ? എന്റെ അമ്മ, എന്തു അമ്മ, ഇന്നലെയല്ല ഞാൻ എന്റെ റൂം എല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ടത്. പിന്നെ ഇനി മുതൽ എല്ലാ പണിയും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. ഒരുമിച്ച് ചെയ്താൽ മതി. അറിഞ്ഞു ചെയ്യണം. എന്താ അച്ഛാ, കുറച്ച് കഴിയുമ്പം എന്തായാലും നിങ്ങൾ എന്നെ കെട്ടിച്ചു വിടും. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് എന്തായാലും ഞാൻ ഈ പണിയൊക്കെ എടുക്കണം. അപ്പൊ എനിക്ക് ഇപ്പൊ ഇച്ചിരി റെസ്റ്റ് താ. ഞാൻ കുറച്ച് എനർജി ഒക്കെ സംഭരിക്കട്ടെ. എനിക്ക് ഈ പണിയൊന്നും പറ്റില്ല. മിസ് രവീന്ദ്രനാഥൻ, മിസ് മണിക്കുട്ടി, നിങ്ങളത് മനസ്സിലാക്കണം. എനിക്ക് പറ്റില്ലത്. പറ്റൂല, എനിക്ക് പോകട്ടെ. അവള് മുങ്ങി. പറഞ്ഞേട്ടാ. അവള് പറഞ്ഞതിൽ കാര്യമുണ്ട് അച്ഛാ. തല്ലുപൊള്ളി ആണെങ്കിൽ അവള് പറഞ്ഞത് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശരിയാണ്. എന്തായാലും 2-3 വർഷത്തിനകം നിങ്ങൾ എന്നെ കെട്ടിച്ചു വിടും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യേണ്ടി വരില്ലേ? അതുവരെ എനിക്ക് റെസ്റ്റ് വേണം. അതുകൊണ്ട് ഐ ആം വെരി സോറി അച്ഛാ, അമ്മ. എനിക്കിപ്പോ എന്തായാലും ജോലി ചെയ്യാൻ പറ്റൂല. സോറി. ഞാൻ പോണു. അനങ്ങാ കള്ളികള് 2 മുങ്ങി. കണ്ടാ പിള്ളമാരെയൊക്കെ പാഠം പഠിപ്പിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ഇനി ഒരു ഐഡിയ ഉണ്ട്. പണി കൊടുക്കാൻ പോവാ. വേണ്ട. എന്ത്
ഇവിടെ ആർക്ക് പണി കൊടുത്താലും അവസാനം എനിക്ക് വന്നാണ് കൊള്ളുന്നത്. അതുകൊണ്ട് വേണ്ട പണി. നിങ്ങൾ നോക്കിക്കോ, ഞാൻ വെച്ചിട്ടുണ്ട്. ചെയ്തിട്ട് തന്നെ പറ കാര്യം. ഞാൻ പറയണ നിങ്ങൾ വെറുതെ ഇടപെട്ട് കോളാക്കാതിരുന്നാൽ അവസാനം അനുഭവിക്കണ ഞാനാണ് ഇവിടെ. ആ ചിലപ്പോ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഇരുന്ന ശരിയാവില്ല, പ്ലാൻ നടക്കൂല. എന്തോ പണി എനിക്ക് കിട്ടും. ചേച്ചി ഞാൻ വിചാരിച്ചു നമ്മൾ പെട്ടെന്നേ എന്റെ സംയോജിതമായ ഇടപെടൽ മൂലം മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. പിങ്കി ഈ കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ മാത്രം. പിള്ളേരെ, ഞാനൊരു കാര്യം അവസാനമായിട്ട് ചോദിക്കുകയാണ്. ഇനി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഹെൽപ്പ് ചെയ്യാനോ? അമ്മയുടെ പ്രശ്നം എന്താണ്? എനിക്ക് വയ്യ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വയ്യാത്തോണ്ട് ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ ബ്രെഡും ഓംലെറ്റും ആക്കാന്ന് വിചാരിച്ചു. ബ്രെഡ് ഓംലെറ്റ് കോണ്ടിനെന്റൽ റെസ്റ്റോറന്റ് കിട്ടും. ഇത് പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് മതി. ലഞ്ചിനെന്താ? ലഞ്ചിന് ഞാൻ പറയണില്ല ഒന്നും. എനിക്കൊന്നും പറയാൻ വയ്യ. പറയല്ലേ? അല്ല ഇങ്ങോട്ട് ഞാൻ പറയട്ടെ. ലഞ്ച് ഉണ്ടാക്കാൻ എന്താ എത്ര പാട്? കുറച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോറായി, കുറച്ച് പയറിട്ടാ കറിയായി, 2 മീൻ എടുത്ത് പൊരിച്ചു കഴിഞ്ഞാൽ മീൻ പൊരിച്ചായി. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഉഷാറായിട്ട് ഇരുന്നൂടെ? എത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയല്ലേ? ശരി, ഞാൻ വിചാരിച്ചു നമ്മൾ പെട്ടെന്ന് എന്ത് ഇടി ഒന്നുമില്ല. എന്തായാലും അച്ഛന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് അടുക്കളയിൽ കയറേണ്ടി വരും. അതുകൊണ്ട് നീ ഇതൊന്നും കാര്യമാക്കണ്ട. ഓ വാ വാ വാ. ആ മസാജ് ചെയ്യടി, സുഖമുണ്ട്. തുണി നനയ്ക്കാനല്ല പറഞ്ഞ മസാജ് ചെയ്യ. നിങ്ങൾ എന്തിനീ വെയിലെത്തിരിക്കുന്നത്? അത് പോയി. എന്റെ അച്ഛാ, ഇവിടെ എണീക്കണം, അങ്ങ് അച്ഛൻ വരെ നടന്നു പോണം, റൂമിലോത്തിട്ട് കയറണം, ഫാനിന്റെ സ്വിച്ച് ഇടണം. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വർക്ക് പറ്റില്ല. ഇവിടെ ഇരിക്കാം. അപ്പം അതോട്ട് പോണില്ലേ? അതെ അതെ. ഇല്ല അച്ഛാ, എന്തായാലും ഊണ് കഴിക്കാനായിട്ട് അകത്ത് കയറണം. അപ്പൊ 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കയറേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഒറ്റ പ്രാവശ്യം പോയാ പോരെ? അതെ അതെ. എന്റെ പൊന്നു മക്കളുടെ ബുദ്ധി ഭയങ്കരം തന്നെ. ഞാൻ പോയിട്ടില്ല. എവിടെ പോണു? ഞാൻ കടയിൽ പോണു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഓ പോയി. അയ്യോ ചേച്ചി, എനിക്ക് നല്ല വിശപ്പ്. എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. ഓ നേരത്തെ ഉറക്കം ഒന്നും ശരിയായില്ല. അമ്മ നമ്മുടെ ഉറക്കമല്ലേ ഇല്ലാണ്ടാക്കിയല്ലേ. ഒരു മൂട് പിടിച്ച് വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് വന്ന് അമ്മ എന്നും വിളിച്ചിരുന്നെങ്കിൽ എല്ലാം കഴിക്കായിരുന്നു. ഒന്നും ആയില്ലേ? പിടി ഇനി ഒന്നും ഉണ്ടാക്കൂലേടി. അങ്ങനെയൊന്നുമല്ല, ഉണ്ടാക്കിയൊക്കെ ചെയ്യും. ഇപ്പൊ പണി എത്രയായി? അറിഞ്ഞൂടാ. ഇനി സമയമുണ്ട്, കുറച്ചുകൂടി ഉറങ്ങാം. പിങ്കി നോക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? ഞാൻ പറഞ്ഞില്ലേ എന്തായാലും അമ്മ അടുക്കളയിൽ കയറും, അച്ഛന് വേണ്ടിട്ടായിരുന്നല്ലോ ഉണ്ടാക്കൂ. ബാ കൈ എഴുവിട്ടിരിക്കാം. സത്യമാണെന്ന് തോന്നണേട്ടാ. ഇല്ലേ കൈ എഴുവട്ടെ. ഞാനും കൂടെ. അമ്മ സദ്യയാണോ അമ്മ? ഇത്ര പെട്ടെന്ന് അമ്മ എല്ലാം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചതേ. ചെറിയ സത്യ. വിളമ്പിക്കോ, നല്ല വിശപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡ് വരും. ഇത് കറക്റ്റ് ആണല്ലോ. അമ്മ പായസം ഇല്ലേ? അയ്യോ പായസമില്ല. പായസം നാളെ അമ്മ ചൂടോടെ ഉണ്ടാക്കി തരവേ. ധാരാളം. എത്തിയാ? എല്ലാം കിട്ടിയാ? കിട്ടി. എന്താ അച്ഛാ? ഇത് കുറച്ച് സാധനങ്ങള് നിങ്ങൾ കഴിക്കും. മണിക്കൂർ. അതെ മക്കളെ, അമ്മ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. കരിമീൻ ഒരെണ്ണവേ ഉള്ളൂ. 2 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കണേ. ഒരു സൈഡ് ഞാനും ഒരു സൈഡ് ഉള്ളൂ.
അരി ഉണ്ടല്ലോ കഴുകി ഇട്ട് കഴിഞ്ഞാൽ ചോറായിക്കോളും. പയർ ജസ്റ്റ് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറിയാവും. പിന്നെ ഇത് എന്നിലോട്ടിട്ടാ പൊരിഞ്ഞു കിട്ടും. പിന്നെ ഇഷ്ടമുള്ള കറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. എല്ലാ പച്ചക്കറിയും ഉണ്ട്, മസാലയൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. മക്കള് നന്നായിട്ടൊന്ന് കഴിച്ചേ. പണി തന്നതാണല്ലേ? എന്തോന്ന് പണി തന്നതാണല്ലേ? നിനക്ക് എന്താ പറയുള്ളത്? ചതിയമ്മാ ചതി. അതെ, നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുള്ളതാണ് കേട്ടോ. മണിക്കുട്ടി, പൊറോട്ടയും ചിക്കനും റെഡി. നീയൊക്കെ അത് കഴിച്ചോ. പൊറോട്ടയും ചിക്കനോ? എന്ത് രണ്ടെണ്ണോ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളോ? അത് നോക്കി വെള്ളം ഇറക്കണ്ട. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. 2 എണ്ണം വെച്ചേ ഉള്ളൂ. അല്ലേ രീമേട്ടാ? അയ്യോ, ഞങ്ങൾക്ക് കൂടെ തരൂ. മണി എങ്ങനെയുണ്ട് നോക്ക്. ഓ നല്ല രുചിയല്ലേ? നല്ല രുചി, അച്ഛാ, നല്ല മസാല. അച്ഛാ, ആ എല്ലെങ്കിലും എന്താ അച്ഛാ? നല്ല രുചിയുണ്ടെന്നല്ലേ? എല്ല് മുറിയെ പണി ചെയ്താലേ പല്ല് മുറിയെ തിന്നാന്നാണ്. അല്ലാതെ ദേഹം അനങ്ങാതെ ഇരുന്ന് തിന്നു കഴിഞ്ഞാലേ എല്ലിന്റെ ഇടയിൽ കയറി കുത്തും. മനസ്സിലായോ? ദഹിക്കൂലെന്നും. ഒരിച്ചിരി തരൂ. ഇച്ചിരി. ഒരു ഇത്തിരി പോലും തരൂല, ഒരു മണി പോലും തരൂല. പള്ളിച്ചോറില്ലാത്ത അച്ഛനും അമ്മയും. ആഹാ, നല്ല മുരുമുരാന്നുള്ള പൊറോട്ട, ആ മസാല. അരിയെങ്കിൽ അരി, എന്തെങ്കിലും തിന്നാൻ വിശക്കണം.